ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് എന്നാണ്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ കണവ എന്നാണ് ഇതിനെ പറയുന്നത്, മറ്റു ജില്ലകളിൽ കൂന്തൽ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിൽ ഏലക്ക, കറുകപ്പട്ട, 2 ഗ്രാമ്പൂ എന്നിവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി അരച്ച് ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതിയാകും. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്, ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 15 ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 ചെറിയ സവാള നീളത്തിനരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും. ഞാൻ ചെറിയ സൈസിലുള്ള 10 കൂന്തലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 2 ചെറിയ സവാളയാണ് അരിഞ്ഞത്. അപ്പോൾ കൂന്തൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാള കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. മസാലക്കൂട്ടുകളെല്ലാം ഇടുന്നതിന് മുൻപ് തന്നെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് പോലെ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും സവാള പെട്ടെന്ന് വാടിക്കിട്ടും. അതുകൊണ്ട് തന്നെ ചിക്കൻ കറി വെച്ചാലും ബാക്കി ഇതുപോലെ മസാലക്കൂട്ട്, എഗ് റോസ്റ്റ് ഏത് ചെയ്താലും സവാള വാടിക്കിട്ടാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് സവാള വഴറ്റിയെടുക്കാറാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. മസാലകളെല്ലാം സവാളയിൽ പിടിക്കുന്നതുവരെ നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ച് യോജിപ്പിച്ചതിന് ശേഷം വട്ടത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഞാൻ വട്ടത്തിനാണ് കട്ട് ചെയ്തെടുത്തത്. ചെറിയ സൈസിലുള്ള 10 കൂന്തലാണ് എനിക്ക് കിട്ടിയത്. അതിനനുസരിച്ചുള്ള മസാലകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിനരിഞ്ഞ കൂന്തൽ കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്താണ് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോൾ വറ്റിച്ചെടുക്കാനായിട്ട് ചൂടുവെള്ളം 1 ഗ്ലാസ്സേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ കൂന്തൽ വേവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരാറുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കൂന്തലിൽ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂന്തലിലെ വെള്ളവും കൂടെ ചേരുമ്പോൾ ഒരുപാട് അത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കൂന്തൽ വേവിക്കുന്നത് തന്നെ നമുക്ക് നന്നായിട്ട് വേവുള്ളതാണ് കൂന്തൽ. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്താൽ മതിയാകും. അതിന് കൂടുതൽ നമ്മൾ വേവിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ഹാർഡായിട്ടിരിക്കാനാണ് കൂന്തലിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടണമെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ മാക്സിമം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നമ്മളത് വറ്റി റോസ്റ്റ് കിട്ടുന്നത് വരെ നമ്മളിതിനെ വേവിക്കും തോറും കൂന്തൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ കൂന്തൽ വേവിക്കേണ്ട മിനിമം സമയം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കുന്നതാണ്. അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ റോസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇത്രയും ഒരു ഗ്രേവി ടൈപ്പ് കിട്ടണം. ആവശ്യമുള്ളവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്രയും ഗ്രേവി കിട്ടണമെങ്കിൽ ആ ഗ്രേവി അനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനിയും ഡ്രൈ ആയിട്ട് വേണം എന്നുള്ളവർക്ക് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ കഴിക്കാനായിട്ട് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എരിവൊന്ന് മിതപ്പെടുത്താനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഓരോ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.